വെൽക്കം ടു ലൈവ് മീഡിയ. ഇന്ന് ഈ വീഡിയോ ഇടുന്നത് തീർത്തും വളരെ പ്രതിഷേധഭാവത്തോടും അതുപോലെ തന്നെ വളരെ വിഷമത്തോടു കൂടിയാണ്. കാരണം തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ കർണാടകയിൽ ഏറ്റവും വലിയ സംഭവം നടന്നിട്ടും ഇന്നും കർണാടക ഗവൺമെൻറ്റിന് ഒരു ഗൗരവമില്ല എന്നതാണ് വളരെ ഖേദകരം. കാരണം രഞ്ജിത്ത് ഇസ്രായേൽ എന്ന വളരെയധികം എക്സ്പീരിയൻസും അനുഭവ സമ്പത്തും കരസ്ഥമാക്കിയ വളരെയധികം ഗ്രാജുവേറ്റഡ് പദവിയുള്ള NRF സംഘത്തിലെ തലവനായിട്ട് ഇവിടുന്ന് സ്വയം ഇഷ്ടപ്രകാരം വന്നു. വരുന്ന സമയത്ത് തന്നെ കളക്ടർ അവിടുന്ന് ഉത്തരവ് നൽകിയതിന് ശേഷം മാത്രമാണ് അവിടുന്ന് പോലീസ് അവരെ കടത്തിവിട്ടത്. അതുവരെ അവിടുന്ന് രഞ്ജിത്ത് ഇസ്രായേലിനെ തടഞ്ഞുകൊണ്ട് വളരെയധികം ചോദ്യം ചെയ്തുകൊണ്ട് അവിടുന്ന് ബുദ്ധിമുട്ടിക്കുന്നത് നമുക്ക് വീഡിയോകളിലൊക്കെ കാണാം. അങ്ങനെ രഞ്ജിത്ത് ഇസ്രായേൽ അവിടുന്ന് 2-3 ദിവസം സജീവ പ്രവർത്തനം നടക്കുമ്പോഴാണ് ഇത് മുഴുവനും ലോകത്തിന് മുന്നിൽ അറിയാൻ സാധിച്ചത്. അതുവരെ മെല്ലപ്പോക്ക് മാത്രമായിരുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്തൊരു ജീവനാണെന്നത് പോലും കർണാടക ഗവൺമെൻറ് അവിടുന്ന് ഗൗരവം നൽകിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രസ്തുത. കാരണം അവിടുന്ന് പോലീസുകാർ ചോദിക്കുകയുണ്ടായി, ആർക്കാണ് ഇത്ര പിടികേട് ആർക്കാണ്? ഇതിൻ്റെ ഉടമസ്ഥനാണോ, ലോറിയുടെ ഉടമസ്ഥനാണോ, അല്ലെങ്കിൽ ലോറി ഡ്രൈവറിനാണോ? അത്രക്കും തരം താരുന്ന ചോദ്യാക്ഷരമാണ് അവിടുന്ന് അർജുന് വേണ്ടി തേടുന്ന സമയത്ത് പോലും അവിടുന്ന് ഭരണകൂടത്തിൽ ഉള്ള അവിടുന്ന് പോലീസുകാർ അവിടുന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോലീസ് അവിടുന്ന് അർജുൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും കുടുംബക്കാരെയും സുഹൃത്തിനെയും മർദ്ദിച്ച വീഡിയോകൾ അവിടുന്ന് വൈറലായത് നമുക്ക് കാണാം. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കർണാടക ഗവൺമെൻറ് അവിടുന്ന് PSC UPSC മുഖേന എടുത്ത് അവിടുന്ന് സർക്കാർ ഓഫീസിലേക്ക് പോലീസായി നിയോഗിക്കുമ്പോൾ എത്തരം മനസ്സുകളെയാണ് അവിടുന്ന് ഫോക്കസ് ആക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാം. നമുക്ക് മുന്നിൽ കടന്നുപോയ ഒരു സിനിമയാണ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. അവിടുന്ന് ആ ഗുഹയിൻ്റെ അകത്ത് അവിടുന്ന് സുഭാഷ് അകപ്പെട്ടപ്പോൾ പോലീസിനെ കാണാൻ അവിടുന്ന് തമിഴ്നാടിലെ ഗവൺമെൻറ്റിനെ പോലീസിനെ സമീപിച്ചപ്പോൾ ആ സുഭാഷിൻ്റെ ചങ്ങാതിമാർക്ക് ലഭിച്ച അടികളും തെറികളും ഒരുപാട് പഴികളും നമുക്ക് സിനിമയിൽ കണ്ടവരാണ്, നേരിട്ട് അനുഭവിച്ചവരാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് കർണാടകയിലും നടന്നത്. ഇതിനു വേണ്ടി പറയുമ്പോൾ, ഇതിനു വേണ്ടി പോരാടുമ്പോൾ അവിടുന്ന് കാവൽക്കാരാവേണ്ട പോലീസ് തന്നെ അവിടുന്ന് മർദ്ദിക്കുകയാണ്. അവിടുന്ന് ഡോക്ടർ അരുൺ അവിടുന്ന് വളരെ സധൈര്യപൂർവ്വം ചോദിക്കുകയാണ് റിപ്പോർട്ട് ചാനലിൽ, എവിടെയാണ് SP, വോർ ഇസ് SP? ആ സമയത്ത് അവിടുന്ന് കോൺസ്റ്റാന്റിനോപ്പിളോ അല്ലെങ്കിൽ മറ്റു പദവിയുള്ള ആ പോലീസ് അവിടുന്ന് മൗനമാണ് അവിടുന്ന് വിടുന്നത്. വീണ്ടും ചോദിച്ചു, എവിടെയാണ് SP? അപ്പോൾ പറയുന്നു SP is coming. വീണ്ടും ചോദിക്കുമ്പോൾ അവിടുന്ന് തട്ടിമാറ്റുകയാണ് അരുണിനെ ചെയ്തത്. ഇത്രക്കും എന്തോ ഒരു ഗൗരവം അവിടുന്ന് ഒളിഞ്ഞ് കളിപ്പിക്കും പോലെയാണ് അവിടുന്ന് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു കർണാടകയിൽ സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷമാണ് NRFിലെ രഞ്ജിത്ത് ഇസ്രായേൽ സ്വയം ഇഷ്ടപ്രകാരം വരുന്നത്. ഒരാളെയും അവിടുന്ന് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നേരെ വിളിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ സുപ്രധാന ഗൗരവപൂർവ്വമുള്ള വിഷയം. അവസാനം രഞ്ജിത്ത് ഇസ്രായേൽ വന്ന് അവിടുന്ന് സ്വയഭിപ്രായം ഒരുപാട് പേരെ അവിടുന്ന് വിളിച്ചുകൊണ്ട് അവിടുന്ന് അവസാനം ഗവൺമെൻറ് ഇടപെട്ട്, കേന്ദ്ര സർക്കാർ ഇടപെട്ട് അവിടുന്ന് ഇന്ത്യൻ ഫോഴ്സിനെ അവിടുന്ന് കൊണ്ടുവരികയാണ്. ഫോഴ്സ് വരുന്ന സമയത്താകട്ടെ അവരുടെ കയ്യിൽ കൃത്യമായ സാങ്കേതിക വിദ്യകളില്ല. എന്തൊരു വിഡ്ഢിത്തരമാണ്! അവിടുന്ന് കൃത്യമായ സാങ്കേതിക വിദ്യയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ തെളിവാണ് റഡാർ സംവിധാനം പോലെയുള്ള സംവിധാനം. വെറും 4 മീറ്റർ ദൂരെയുള്ള സിഗ്നൽ മാത്രമേ ആ റഡാറിൽ അവിടുന്ന് കാണുകയുള്ളൂ. അങ്ങനെ 2-3-4 ദിവസത്തിന് ശേഷമാണ് 15 മീറ്റർ ദൂരം വരുന്ന സിഗ്നൽ നൽകുന്ന റഡാർ അവിടുന്ന് കൊണ്ടുവരുന്നത്. ഇത്രയും വലിയ വികസന രാജ്യമെന്ന് സ്വയം ഭരണഘടന വിശേഷിപ്പിക്കുമ്പോൾ എവിടെയാണ് ഈ വികസനങ്ങളും സാങ്കേതിക വിദ്യകളും ഒളിഞ്ഞു കിടക്കുന്നത്? ISRO റോക്കറ്റ് അവിടുന്ന് ബഹിരാകാശത്ത് റോക്കറ്റ് വിക്ഷേപിച്ചിട്ട് ചന്ദ്രനിൽ എങ്ങനെയാണ് താമസം തുടങ്ങുന്നതെന്ന് നോക്കുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യ ഒരു വലിയ 26 ടണ്ണുള്ള ലോറി ഭാരം പോലും അവിടുന്ന് ഈ മിഷൻ മുഖേന കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് ഏറ്റവും വലിയ ദുഃഖകരമാണ്. അത് ഇന്ത്യയുടെ ഏറ്റവും സാങ്കേതിക വിദ്യയുടെ കുറവ് എടുത്തു കാണിക്കുന്ന ഒന്നാണ്. ഇനിയെങ്കിലും അർജുന് വേണ്ടിയിട്ട്
ദിവസം 6 കരിഞ്ഞിട്ടും അർജുനെ കിട്ടുന്നില്ല എന്നത് കുടുംബക്കാർക്ക് നൽകുന്ന വിഷമവും സങ്കടവും സമ്മർദ്ദവും എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പ്രാർത്ഥനയോടുകൂടി അർജുന് വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇനിയെങ്കിലും ഭരണാധികാരികളും വേണ്ടപ്പെട്ടവരും എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കുക.